എല്ലാവർക്കും ഇഷാന ഡിസൈൻസിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് കാണിച്ച കോളർ നൈറ്റിയോടെ സ്ലീവാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. പക്ഷേ അതിൽ വീഡിയോ ലെങ്താവെന്ന് വിചാരിച്ചിട്ടാണ് സ്ലീവ് ഞാൻ പ്രത്യേകം കാണിക്കുന്നത്. പഫ് സ്ലീവാണ്, അപ്പോൾ അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടത്. അപ്പോൾ താഴ്ഭാഗത്തും പ്ലീറ്റ് വരുന്നുണ്ട്, മുകൾ ഭാഗത്തും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇപ്പം മൊത്തത്തിൽ ലെങ്ത് എന്ന് പറയുന്നത് 9 ഇഞ്ചുണ്ട്. അപ്പോൾ നമ്മൾ 7 ഇഞ്ചാണ് കറക്റ്റായിട്ട് എടുക്കുന്നത് കേട്ടോ. ബാക്കി 2 ഇഞ്ച് നമുക്ക് പഫിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ ആം ഹോൾ അളക്കണം. പിന്നെ ബാക്ക് പാർട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഫ്രണ്ട് ഞാൻ കുഴിച്ച് കട്ട് ചെയ്തത് കൊണ്ട് ബാക്ക് പാർട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് ഷോൾഡർ. ഇവിടെ നിന്ന് നമ്മൾ ആം ഹോൾ അളന്ന് നോക്കണം, എത്രയാണ് നമ്മുടെ ആം ഹോൾ എന്നുള്ളത്. കണ്ടോ, ഇതുപോലെ അളന്ന് നോക്കണം. 11 വരുന്നത്. അപ്പോൾ നമ്മുടെ ആം ഹോളിലെ ലെന്തെന്ന് പറയുന്നത് 11. അപ്പോൾ ആ 11 നമുക്ക് ഇവിടെ കിട്ടണം. കൊണ്ടുപോകാൻ നോക്കാം. 10 അടുപ്പിച്ചേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കുറച്ചൊന്ന് ജോയിൻ ചെയ്യണ്ട. അപ്പോൾ ഞാനിവിടെ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. പിന്നെ എന്താ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ജോയിൻ ചെയ്തൊക്കെ നമ്മൾ തയ്യൽ തുമ്പി വെളിയിൽ കാണാത്ത തരത്തിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം പിന്നെ ഓവർലോക്ക് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ അങ്ങനെ ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മൾ അപ്പോൾ ഇതിൽ രണ്ട് സ്ലീവിലും ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞ സ്ലീവ് നമുക്ക് 7 ഇഞ്ചാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. മൊത്തത്തിൽ 10 ഇഞ്ച് അല്ല 9 ഇഞ്ചാണ് കേട്ടോ. 9.25 അപ്പോൾ നമ്മൾ 7 ഇഞ്ചാണ് സ്ലീവ് വയ്ക്കുന്നത്. അപ്പോൾ അതിവിടെ ഒന്ന് മാർക്ക് ചെയ്യണം. ബാക്കി 2 ഇഞ്ച് നമുക്ക് പഫിനാണ്. അതുപോലെ തന്നെ കൈക്കുഴി നമുക്ക് ആം ഹോൾ എന്ന് പറയുന്നത് 11. അപ്പോൾ ആ 11 ഇവിടെ മാർക്ക് ചെയ്യണം. കുറച്ച് കൂടുതൽ ഇടുന്നാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് സ്ലീവിൻ്റെ കറക്റ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് ബോട്ടം ഭാഗത്തെ വിഡ്ത്ത് 7ആണ്. പക്ഷെ നമ്മളിവിടെ ഒരു 10 ഇഞ്ചോളം എടുക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ, നമുക്ക് ഇവിടെയും നമ്മൾ പ്ലീറ്റ് വയ്ക്കുന്നുണ്ട്, മുകളിലും പ്ലീറ്റ് വയ്ക്കുന്നുണ്ട്. അപ്പം ഇവിടുത്തെ പഫിന് ഇതിനും വേണ്ടിയിട്ടാണ് ഇവിടെയും നീളം കൂട്ടി എടുക്കുന്നത്. നിങ്ങൾ താഴ്ഭാഗത്ത് വേണ്ടെങ്കിൽ കറക്റ്റ് അളവ് എടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് വച്ചിട്ട് തന്നെ നമുക്ക് മറ്റേ സ്ലീവും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അതാണ് ഇങ്ങനെ. അപ്പോൾ ഇത് നിങ്ങൾക്കത് ഞാൻ പറഞ്ഞു തന്നില്ലല്ലോ. നമ്മൾ ഇത് നേരത്തെ ഇത് കട്ട് ചെയ്ത് വെച്ചത് കൊണ്ടാണ്. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഇങ്ങനെ ഷേപ്പിലിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് കറക്റ്റ് ലെന്ത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മുകളിലാണ് പഫ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ലെന്ത് വരുന്നത് ഇങ്ങനെയായിരിക്കും നമ്മുടെ സ്ലീവ് വരുന്നത്. 3.5 ഇഞ്ചാണ് ഇവിടെ ഷേപ്പ് താഴ്ത്തിയത്. മുകളിൽ നിന്ന് 3.5 ഇഞ്ച് താഴ്ത്തിയാണ് വരച്ചത്. ഇത് കറക്റ്റ് ലെന്ത്. അപ്പോൾ പഫിന് വേണ്ടി നമ്മളിവിടെ എക്സ്ട്രാ ഒരു 2 ഇഞ്ച് എടുത്തിട്ടില്ലേ, നമ്മൾ വെട്ടപ്പം ഇങ്ങനെയാണ് വെട്ടേണ്ടത്. അപ്പോൾ നമുക്ക് അതേ അളവിൽ അപ്പോൾ ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗം നമുക്ക് പഫിനായിട്ട് വരും കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതാണ് കറക്റ്റ് അളവ്. ഇത് പഫിനുള്ളതാണ്. ഇത് നമുക്കിങ്ങനെ വെച്ച് നോക്കാം. ഇതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കും. പ്രത്യേകിച്ച് നമുക്ക് അളക്കേണ്ട ആവശ്യമില്ല. ഉണ്ട്. എന്നിട്ട് ഇതേ അളവിൽ ഞാൻ കട്ട് ചെയ്തെടുക്കും. വീഡിയോ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ നമ്മൾ ഇവിടുത്തെ വിട്ട് ആം ഹോളിൻ്റെ വിത്താണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് തന്നെ എടുക്കണം. അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് തുണി തികയാതെ വരും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇതുവരെ ആം ഹോളിൻ്റെ ലെന്ത് ഇവിടെ നിന്ന് 7 ഇഞ്ച്, മുകളിൽ 2 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ട് പഫിന്. തിരിച്ച് നമ്മൾ ഈ ലെന്തിൽ നിന്ന് 3.5 ഇഞ്ച് താഴ്ത്തി വരയ്ക്കണം. എന്നിട്ട് ഇവിടെ ഈ ഷേപ്പ് ചെയ്ത് അവിടെയാണ് നമുക്ക് ആം ഹോളിൻ്റെ ലെന്ത് നോക്കേണ്ടത്. 11 അത് മാർക്ക് ചെയ്തു. ഇവിടെ 7 ഇഞ്ചാണ്. 2 ഇഞ്ചും കൂടെ കൂട്ടി 3 ഇഞ്ചും കൂടെ കൂട്ടി 10 ഇഞ്ച് എടുത്ത് ഇവിടെയും പഫ് പ്ലേറ്റ് ഇടുന്നതുകൊണ്ട് എന്നിട്ട് ഇത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് സ്ലീവ് എടുത്തിട്ട് ഇതിൻ്റെ ബോഡി പാർട്ടിന് നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും കൂടെ തമ്മിൽ ചേർത്ത് വയ്ക്കണം. ചേർത്ത് ഇവിടെ വച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 പ്ലേറ്റ്സ് ഇവിടെ ഇങ്ങനെ സൂചി കുത്തി നിർത്തിയിട്ട് ചെറിയ പ്ലേറ്റ്സ് ഇവിടെ 2 പ്ലേറ്റ്സ് എടുത്ത് കൊടുത്തിട്ട് വേണം ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ. 2 പ്ലേറ്റ്സേ വരത്തുള്ളൂ, കൂടുതൽ വരത്തില്ല.
ഒരുപാട് ഹൈറ്റ് നമ്മൾ എടുത്തിട്ടില്ല. അതുപോലെ എന്നിട്ട് 2 പ്ലീറ്റ്സ് എടുത്തിട്ട് ഇങ്ങനെ സാധാരണ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ മറുവശത്തെത്തപ്പം ഇവിടെ വീണ്ടും 2 പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ജോയിൻ ചെയ്യണം. എന്നിട്ട് നടുക്കൊന്ന് കെട്ടിട്ട് നിർത്തണം കേട്ടോ. അപ്പം ഇത്ര പ്ലീറ്റ്സ് വരത്തുള്ളൂ, ഒരുപാടൊന്നും വരത്തില്ല. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 2 പ്ലീറ്റ്സും സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 2 പ്ലീറ്റ്സും, അങ്ങനെ 4 പ്ലീറ്റ്സേ വരത്തുള്ളൂ കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയുന്നില്ല. ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 2 പഫുണ്ട്, ഇങ്ങോട്ടേക്ക് 2 പഫ്. ഇത്രയേ കിട്ടത്തുള്ളൂ കേട്ടോ. നൈറ്റ് തുണിയില്ലേ, നമുക്ക് കൂടുതൽ തുണി ഇല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഈ താഴ്ഭാഗത്തും സെൻറ്റർ ഉണ്ടല്ലോ, ആ സെൻറ്ററിൻ്റെ ഇവിടെ നിന്ന് ഇത് നമ്മൾ എങ്ങോട്ടാണോ ഇത് നമ്മൾ എങ്ങോട്ടാണോ പ്ലീറ്റ്സ് എടുത്തത് ഇത് ഇങ്ങോട്ടല്ലേ എടുത്തത്, അതേപോലെ ഇത് രണ്ടും ഇങ്ങോട്ടേക്ക്, ഇതാണെങ്കിലോ ഇതും ഇങ്ങോട്ടേക്ക്, ഇതും തിരിച്ച് വെച്ച് ഇങ്ങോട്ടേക്ക് കേട്ടോ. അങ്ങനെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 2 പ്ലീറ്റ് ഇവിടെയും എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വച്ച് നോക്കണം. വച്ച് നോക്കുമ്പോൾ നമുക്ക് 7 ഇഞ്ച് 1 ഇഞ്ച് തഴുതും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ 2 പ്ലീറ്റ്സും കൂടെ ഇവിടെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ചെയ്യപ്പോഴും നമ്മൾ 2 പ്ലീറ്റ്സ് എടുത്തിട്ട് നമ്മൾ ഒന്ന് പിടിച്ച് നോക്കണം സ്ലീവ് ഇങ്ങനെ അറ്റം വരെ തേയുന്നത്. അതായത് സ്ലീവ് കുറച്ച് കൂടുതൽ കിടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, 1 പ്ലീറ്റ്സും കൂടെ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് താഴ്ഭാഗത്ത് ഇതുപോലെ ചെയ്യണം. സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2 പ്ലീറ്റ്സ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങനെ 2 പ്ലീറ്റ്സ്, എന്നിട്ട് ഇതിങ്ങനെ എടുക്കണം. എടുത്തിട്ട് നമ്മൾ 7 ഇഞ്ചും 1 ഇഞ്ച് തഴുതുമ്പോൾ 8 ഇഞ്ച് ഉണ്ടെന്നാണ്. കൂടുതൽ കിടക്കുകയാണെങ്കിൽ ഓരോ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കണം. ഈ സൈഡിലാണ് കൂടുതൽ കിടക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്ലീറ്റ്സ്, ഈ സൈഡിലാണെങ്കിൽ മറു സൈഡിലൊരു പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിട്ട് കാണിക്കാം. പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് ഇവിടെയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നൂലാണ് കട്ട് ചെയ്യാനുള്ളത്. ഇവിടെയും സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 2 ഇങ്ങോട്ടേക്കും 2. പിന്നെ എന്നിട്ട് നമ്മൾ ഇങ്ങനെ എടുത്ത് പിടിച്ച് നോക്കണം. നോക്കുമ്പോൾ നമുക്ക് 7 ഇഞ്ച് 1 ഇഞ്ച് തഴുത്തുമ്പോൾ കൂടെ കൂട്ടി 8 ഇഞ്ച് വേണം. അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ 8 ആണെങ്കിൽ ഇവിടെ 1 പ്ലേറ്റ്സും കൂടെ എടുത്ത് കൊടുക്കണം. മറു സൈഡിൽ ഈ സൈഡിലാണ് അരയിഞ്ച് കൂടുതലെങ്കിൽ ആ സൈഡിൽ ഒരു പ്ലേറ്റും കൂടെ എടുത്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ 2ലും ചെയ്തിട്ടുണ്ട് കേട്ടോ. 2ലും ചെയ്തിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് അളവ് നോക്കണം. പക്ഷെ നോക്കിയിട്ട് വേണം പ്ലേറ്റ്സിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടത്. അത് 2-3 ഇട്ട് കൊടുക്കണം. അഴിക്കണമെങ്കിൽ അഴിക്കണം, ഇല്ലെങ്കിൽ 1-2 ഇട്ട് കൊടുക്കണം. നമ്മൾ അളവ് കറക്റ്റ് അളവ് വരണം. ഇനി ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇവിടെ ഒരു പടി വെച്ചിട്ടാണ് ഞാൻ തയ്ക്കാൻ പോകുന്നത്. ഇതേപോലത്തെ 1.5 ഇഞ്ച് വീതിയുള്ള 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം എന്ന് പറയാൻ നമ്മുടെ ഇവിടുത്തെ നീളമാണ്. ഒരു 1/2 ഇഞ്ച് കൂട്ടിയെടുത്താലും കുഴപ്പമില്ല. ഇവിടെ നിന്ന് നീളമാണെന്ന് എടുക്കണം. 1/2 ഇഞ്ച് കൂട്ടി എടുത്താലും കുഴപ്പമില്ല, കട്ട് ചെയ്ത് കളയാം. അതിന് ശേഷം ഇതിൻ്റെ നല്ല ചീത്ത വശത്ത് കേട്ടോ, ചീത്ത വശത്ത് ഇതിൻ്റെ നല്ല വശം വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. കാരണം നമ്മളിങ്ങനെ നല്ല വശത്തിന് മറിച്ചിട്ടപ്പം ഇതിൻ്റെ നല്ല വശം വരണം. അതുകൊണ്ട് സ്ലീവിൻ്റെ ചീത്ത വശവും ഈ പീസിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് 4 ഇഞ്ച് ഒരു പോയിൻറ്റും കൂടെ ഉള്ള അളവിൽ സ്റ്റിച്ച് തയ്ക്കുക. 2 ഡബിൾ സ്റ്റിച്ച് ഇടണം. തയ്ച്ചതിന് ശേഷം ഞാൻ കാണിക്കും. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ചീത്ത വശത്ത് വെച്ചിട്ടാണ് ഇതിന് നല്ല വശത്ത് സ്റ്റിച്ച് ചെയ്യൂ. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ തയ്യൽ തുമ്പ് ഈ പീസിലോട്ട് ചേർത്ത് വെച്ച് മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വശത്തിടണം. നല്ല വശത്തിട്ടതിന് ശേഷം ഇതിന് ഒരു മടക്ക് മടക്കുക. ഈ തയ്യൽ തുമ്പ് എത്തുന്നത് വരെ ഒരു മടക്ക് മടക്കുക, പിന്നെ ഒരു മടക്കും കൂടെ മടക്കുക. വീതി നിങ്ങൾക്ക് ഇത്രയും ഉണ്ടെങ്കിൽ കുറയ്ക്കാം കേട്ടോ. അപ്പം ആദ്യം ഈ തയ്യൽ തുമ്പിന് ഇടയ്ക്കില്ല അവിടെ വരെ ഒരു മടക്ക്, പിന്നെ അതിന് ഒരു മടക്കും കൂടെ മടക്കുക കണ്ടോ. എന്നിട്ട് ഇവിടെ കൂടെ സ്റ്റിച്ച് ചെയ്യണം. പിന്നെ ഈ താഴ്ഭാഗത്തും കൂടെ സ്റ്റിച്ച് ചെയ്താൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിരിക്കും. ഞാൻ എന്താ ഈ സൈഡിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് കാണിച്ചു തരാം. കണ്ടോ ഇതുപോലെ വരും. ഞാൻ ഇവിടെയും സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്ത് തിരിച്ച് താഴെ ഒരു സ്റ്റിച്ച് കൊടുത്ത്. നിങ്ങൾക്ക് ഇത്രയും വീതി വേണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. ഇത്രയും വീതി വേണം, ഇതാണ് കറക്റ്റ് കേട്ടോ. ഇതുപോലെ അത് ചെയ്യണം. ചെയ്തതിന് ശേഷം നമുക്ക് ഇനി വേറൊന്നുമില്ല, താഴ്ഭാഗം നമുക്ക് സ്ലീവിൻ്റെ വണ്ണം എത്രയാണോ, ഇപ്പോൾ ഇതിനപ്പം ഒത്തിരി ലൂസാവുണ്ട്, ശകലം ടൈറ്റായി കിടക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഒരു 7 ഇഞ്ച് എന്നുള്ളത് ഒരു 6.25 6.5 മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മൾ കയ്യിൽ പിടിച്ച് കിടക്കും. 7 ഇഞ്ചാകുമ്പോൾ ഇത്തിരി ലൂസായിട്ട് കിടക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവ് പഫ് സ്ലീവ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഇലാസ്റ്റിക് ഇതേപോലെ പടി വയ്ക്കാതെ ഇലാസ്റ്റിക് വയ്ക്കുന്ന ടൈപ്പും ഉണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇതിപ്പോൾ ഇവിടെ മാത്രം പഫ് വന്നിട്ട് ഈ സൈഡിൽ പഫില്ലാതെ സാധാ സ്ലീവ് വയ്ക്കുന്നതും ഉണ്ട്. ഒരുപാട് തരത്തിലുണ്ട്. ഇപ്പോൾ ഇത് ഒരു മെത്തേഡാണ്. ഞാൻ വേറൊരു മെത്തേഡ് ഇനി ഒരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നൈറ്റിക്കും നമ്മൾ കുർത്തിക്കൊക്കെ ഇങ്ങനത്തെ ഈ മോഡലൊക്കെ ഇപ്പം നല്ലതാണ് കേട്ടോ, എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.